നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒന്നാണ് വന്ധ്യത എന്ന് പറയുന്നത്. വന്ധ്യതയുടെ തോത് വളരെയധികം കൂടിയിട്ടുമുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ നൂതന ചികിത്സാ മാർഗങ്ങൾ ഏറെയാണ്. ഈ ലക്കം സ്റ്റെതസ്കോപ്പ് കൈകാര്യം ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ അഥവാ പ്രത്യുൽപാദന വൈദ്യശാസ്ത്രത്തെക്കുറിച്ചാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റീപ്രൊഡക്റ്റീവ് മെഡിസിനെ കുറിച്ച് സംസാരിക്കാനായി ആസ്ട്രമിംസ് കോട്ടക്കലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അശ്വതി കുമാരൻ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ഡോക്ടർ. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് അല്ലേ? ആദ്യം തന്നെ എന്താണ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. സോഫി, റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന ഗൈനക്കിൻ്റെ സബ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് കണക്കാക്കുന്ന വിഭാഗമാണ്. പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന, എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചികിത്സിക്കാനും സഹായിക്കുന്ന വിഭാഗമാണ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. അപ്പോൾ പുരുഷ സംബന്ധമായും സ്ത്രീ സംബന്ധമായും ഉള്ള പ്രോബ്ലംസ് കാരണം അടുത്ത തലമുറ വരുന്നതിന് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ പുരുഷനെയും സ്ത്രീയുടെയും പ്രോബ്ലംസ് പരിഹരിച്ച് അടുത്ത തലമുറ വരുന്നതിനായിട്ടുള്ള സഹായം ചെയ്യുന്ന വിഭാഗമാണ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ. അപ്പോൾ ഡോക്ടർ, ഈ പ്രത്യുത്പാദന ശേഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ മിക്കവാറും ആളുകൾ സ്ത്രീകളിലാണ് പ്രശ്നങ്ങൾ എന്ന് പറയാറുണ്ട്. പൊതുവെ അത് പുരുഷന്മാരിലും ഉണ്ട്, പക്ഷെ സ്ത്രീകളിലാണ് കൂടുതൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്? തുല്യമാണ് ശരിക്കും. കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പകുതി കാരണങ്ങൾ സ്ത്രീകളുടേതാകാം, പകുതി പുരുഷന്മാരുടേതും. പക്ഷേ നമ്മളുടെ സൊസൈറ്റിയിൽ സ്ത്രീകളുടേത് എന്ന് മാത്രം വിചാരിച്ച് പലപ്പോഴും സ്ത്രീകളെ മാത്രം ചികിത്സിക്കേണ്ടത് പലപ്പോഴും പുരുഷനെ ആയിരിക്കും. കാരണങ്ങൾ സ്ത്രീ സഹജമായ കാരണങ്ങൾ, പുരുഷ സഹജമായ കാരണങ്ങൾ, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തിരിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അണ്ടോൽപാദനം നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അണ്ടോൽപാദനം ശരിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അണ്ടവും ബീജവും ശരീരത്തിൽ ചേരുന്നതിനായിട്ടുള്ള തടസ്സങ്ങൾ, ഗർഭാശയ സംബന്ധമായിട്ട് മുഴകളോ ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ട്യൂബുകളിൽ അവിടെ വെച്ചിട്ടാണ് ബീജസങ്കലനം നടക്കുക, അണ്ടവും ബീജവും ചേരുക, അതിനുള്ള പ്രോബ്ലങ്ങൾ. ഇതാണ് സാധാരണ പ്രോബ്ലംസ്. പിന്നെ സ്ത്രീകളിൽ ഹോർമോൺ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, തൈറോയിഡോ ഷുഗറോ, അവരുടെ ജനറൽ ഹെൽത്ത് തന്നെ വീക്കോ ആണെങ്കിലും പ്രഗ്നൻ്റ് ആകാതിരിക്കാം. അതേപോലെ തന്നെ പുരുഷ സഹജമായ കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണയായിട്ട് കണക്കാക്കുന്നത് പുരുഷ ബീജത്തിൻ്റെ എണ്ണത്തിൽ കുറവ് അല്ലെങ്കിൽ ചലനശേഷി കുറവ്. അവരിലും ഇതേപോലെ ഷുഗറോ ബി.പിയോ വേറെ അസുഖങ്ങൾ കാരണം സ്പേമിൻ്റെ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ അവരിലും പ്രോബ്ലംസ് ഉണ്ടാകാം. പിന്നെ ബന്ധപ്പെടുന്നതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നോർമൽ ആണെങ്കിലും ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകണം എന്നില്ല. ഇങ്ങനെ പല തലങ്ങളിലാണ് കാരണങ്ങൾ നമ്മൾ കണക്കാക്കുക. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് വന്ധ്യത എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മാരേജ് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് അല്ലേ? പല പെൺകുട്ടികളും ലേറ്റ് മാരേജ് ആണ്. അതുപോലെ ഏജ് ഒരു ഫാക്ടർ അല്ലേ? അത് രണ്ടും ഇതിന് കാരണമാവുന്നുണ്ടോ? വന്ധ്യത എന്ന് പറയുമ്പോൾ ദമ്പതികൾ ഏറ്റവും സാധാരണ രീതിയിൽ നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദമ്പതികൾ ഒരു വർഷത്തിലേറെ ഒരുമിച്ച് താമസിച്ചിട്ടും വിശേഷമാകാത്ത അവസ്ഥ, ഒരു തവണ പോലും അവർ വിശേഷമായിട്ടില്ലെങ്കിൽ അതിനെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നു. ഒരു തവണ വിശേഷമായി കുട്ടികളാകാം ആകാതിരിക്കാം, എന്നാലും വീണ്ടും വിശേഷം ആകുന്നില്ല, അതിനെയാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പ്രായം അനുസരിച്ച് അതിന് വ്യത്യാസം വരും. സ്ത്രീകളുടെ പ്രായം കൂടുന്തോറും പ്രത്യുത്പാദന ശേഷിയുടെ കഴിവ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു 45 വയസ്സിന് ശേഷം സാധാരണ ആർത്തവ വിരാമം വരും, അതോടെ അണ്ടോൽപാദനം നിൽക്കും, പിന്നെ വിശേഷമാകാനായിട്ടുള്ള സാധ്യത ബുദ്ധിമുട്ടാണ്. അപ്പോൾ 35 വയസ്സിന് പ്രായം കൂടുതലുള്ള സ്ത്രീകളുള്ള ദമ്പതികളാണെങ്കിൽ അവരൊരു 6 മാസത്തിലേറെ നോക്കിയിട്ടും ആകുന്നില്ലെങ്കിൽ അവർ ചികിത്സയ്ക്ക് തേടാവുന്നതാണ്. 40 വയസ്സിന് മുകളിലേക്കുള്ളവരാകട്ടെ വിശേഷമാകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശേഷമാകുന്നതാണ് നല്ലത്. കാരണം 40 വയസ്സിന് ശേഷം വിശേഷമാകുമ്പോൾ എളുപ്പത്തിൽ ആയാൽ തന്നെയും അതിന് പല ചാലഞ്ചസ് ഉണ്ടാവാവുന്നതാണ്. ഇപ്പം നമ്മൾ ആർത്തവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം പലർക്കും ഈ ആർത്തവം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോകും. ഇത് വന്ധ്യതയെ ബാധിക്കുമോ? ചിലവർക്ക് ആർത്തവ സംബന്ധമായി പല പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട്. ചിലവർക്ക് അസഹനീയമായ വേദനയാണ്. ആ വേദന പലപ്പോഴും ആർത്തവം നിന്ന് കഴിഞ്ഞാലും നിലനിൽക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ബന്ധപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത് വന്ധ്യതയ്ക്ക് കാരണമാകും. ചിലവരുടെ ആർത്തവത്തിൻ്റെ ക്രമം ശരിയല്ല. അവരിൽ അണ്ടോൽപാദനം സമയത്തിന് നടക്കുന്നില്ല. അണ്ടോൽപാദനം വൈകി നടന്നാലും ആ സമയത്ത് ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയേക്കാം.
ചിലവർക്ക് മരുന്നുകളില്ലാതെ അണ്ടോൽപാദനം കൃത്യമായി നടക്കില്ല, ഹോർമോൺ കംപ്ലൈൻറ്റുകൾ കാരണം. അങ്ങനെയുള്ളവർക്ക് ചികിത്സയില്ലാതെ പലപ്പോഴും പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും സാധാരണയായിട്ടുള്ള ആർത്തവ ക്രമക്കേട്, ഓവുലേഷൻ ക്ലിയർ ആയിട്ട് നടക്കാത്ത കംപ്ലൈൻറ്റ് PCOD ആണ്. ചിലവരിൽ അണ്ടോൽപാദനം വൈകി നടന്ന ക്രമം അല്ലെങ്കിലും വൈകി മാസക്കളി വരുന്ന ഒരു കാറ്റഗറി PCOD ഉണ്ട്. അവർ ഭർത്താവിനോട് കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫെർട്ടൈൽ പീരീഡ് ഇന്ന ദിവസമാണ് എന്നൊന്നും വിചാരിക്കാതെ ഒരുമിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ അവരങ്ങ് വിശേഷമാകാറുണ്ട്. എന്നാൽ വേറെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള PCOD കംപ്ലൈൻ്റ് ഉള്ളവരാണെങ്കിൽ അവരിൽ ആ അണ്ടോൽപാദനം നടക്കുന്നത് തന്നെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ PCODയുടെ തീക്ഷ്ണത കാരണം അവർക്ക് എന്നും ബ്ലീഡിങ്, സ്പോട്ടിങ് അതുപോലത്തെയുള്ള അവസ്ഥ കാരണം ബന്ധപ്പെടാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ചികിത്സ തേടിയാലേ പലപ്പോഴും അവർക്ക് വേഗം വിശേഷമാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുരുഷൻ്റെ പ്രത്യുൽപാദന ശേഷി. പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്താ പുരുഷനെ സംബന്ധിച്ചിടത്തോളം? പുരുഷന്മാരിൽ അവർക്ക് ബന്ധപ്പെടാനാകുന്നുണ്ടോ ഇല്ലേ, അവർക്ക് വേറെ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടോ ഇല്ലേ, ഇതെല്ലാം നമ്മൾ ചോദിക്കുകയും ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷൻ്റെ ഒരുപക്ഷെ അവരുടെ ബീജത്തിൻ്റെ ടെസ്റ്റ് നോർമൽ ആണെങ്കിലും അവർക്ക് സിവിയർ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീയുടെ മാത്രം കാരണം കൊണ്ടാവില്ല അവർ വിശേഷമാകാത്തത്. പുരുഷൻ്റെ ബീജത്തിൻ്റെ ആരോഗ്യം ഒരുപാട് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാകാം അവർ പ്രഗ്നൻ്റ് ആകാത്തത്. അപ്പോൾ പുരുഷൻ്റെ ജനറൽ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. പുരുഷന് ബന്ധപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. മൂന്നാമത് കൗണ്ടിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ചിലവർക്ക് ശുക്ലം വരുന്നുണ്ടാകാം, അതിൽ ബീജം സ്പേം ഉണ്ടാകില്ല, അസൂസ്പേമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അത് കാരണം എന്തെന്ന് കണ്ടെത്തി സ്പേം ശരീരത്തിൽ ഉണ്ടായി വരാൻ മരുന്നുകൾ ചെയ്താൽ ഉണ്ടായി വരാവുന്നവരാണെങ്കിൽ ശരിയായ മരുന്ന് സ്വീകരിച്ച് പ്രഗ്നൻ്റ് ആകാൻ നോക്കേണ്ടതുണ്ട്. അല്ല, ശരീരത്തിൽ സ്പേം ഉണ്ട്, അത് പുറത്തേക്ക് വരുന്നതിനുള്ള തടസ്സമാണെങ്കിൽ ആ സ്പേം പുറത്തെടുത്ത് ചികിത്സാ രീതികൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ആകാൻ സാധിക്കും. ഇത് ഒരു മെയിൻ കംപ്ലൈൻ്റ് ആണ് ആണുങ്ങളിലുള്ളവർ. എല്ലാവർക്കും ഇല്ല, ചില വന്ധ്യത അനുഭവിക്കുന്ന ആണുങ്ങൾക്കുള്ളതാണ് അസോസ്പേമിയ. അതിന് പരിഹാരമുണ്ട്, ഒട്ടുമിക്ക പേരിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. രണ്ടാമത്തത് കൗണ്ടിൻ്റെയും മോട്ടിലിറ്റിയുടെയും കുറവാണ്, എണ്ണം കുറവ്, ചലനശേഷി കുറവ്. വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അണ്ടോൽപാദനം നടക്കുന്ന സമയത്ത് യോനിയിലേക്ക് വീഴുന്ന ബീജത്തിൽ 10 മില്യൺ എങ്കിലും ചലനശേഷിയുള്ള ബീജം ഉണ്ടെങ്കിലേ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വരുന്നുള്ളൂ. എന്നാൽ ചില ആണുങ്ങൾക്കാകട്ടെ ഇതൊരു 2 മില്യൺ, 3 മില്യൺ, 4 മില്യൺ അങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ. അത് പലപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈലും സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ആരോഗ്യ പ്രശ്നങ്ങളോ ഇൻഫെക്ഷൻസോ കൊണ്ടൊക്കെ ആയിരിക്കും. അത് പരിഹരിച്ച് അതിന് വേണ്ട മരുന്നുകൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അവർ സാധാരണ പോലെ അങ്ങ് പ്രഗ്നൻ്റ് ആകും. ചിലവരുടേത് മരുന്ന് ചെയ്താലും കൂടി വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കാണാത്ത പ്രോബ്ലംസോ ഹോർമോൺ കംപ്ലയിൻസോ സ്കാൻ ചെയ്ത് ഞരമ്പ് തടിക്കലോ അതുപോലത്തെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പരിഹരിക്കാവുന്നതുണ്ടെങ്കിൽ അത് ശരിയാക്കണം. എന്നിട്ടും കൗണ്ട് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മില്യൺ 4 മില്യൺ എങ്കിലും നമുക്ക് നല്ല ബീജം അവരുടെ സ്പേമിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് യോനിയിലേക്കല്ല ഗർഭാശയത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ വിശേഷമാകാനുള്ള സാധ്യത കൂടും, വേറെ തടസ്സങ്ങളില്ലെങ്കിൽ. ഇതിനെയാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IUI എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് പല കാരണങ്ങൾക്ക് വേണ്ടി ചെയ്യും. കൗണ്ടിൻ്റെ ചെറുതായുള്ള കംപ്ലയിൻസ് അതിലെ ഒരു പ്രധാന ഇൻഡിക്കേഷനാണ്. അതിന് നല്ല റിസൾട്ടാണ് IUI ചെയ്ത് കഴിഞ്ഞാൽ. കാരണം യോനിയിലേക്ക് വീഴുമ്പം 5 മില്യണേ നല്ല ബീജം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ നമ്പർ ഒരുപാട് കുറഞ്ഞു പോകും, പ്രഗ്നൻ്റ് ആകില്ല. പക്ഷേ അത് ഗർഭാശയത്തിനകത്തേക്ക് എത്തിച്ചു കൊടുത്താൽ വിശേഷമാകാനുള്ള സാധ്യത ഗണ്യമായിട്ട് കൂടും. ഇതാണ് പല കാരണം. IUIനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ IVF എന്താണ്? IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ 5 മില്യൺ വരെയൊക്കെ കൗണ്ട് ഉള്ളൂ ശുക്ലത്തിനകത്ത് എന്നുണ്ടെങ്കിൽ അത് യൂട്രസിനകത്തേക്ക് എത്തിച്ചാൽ പ്രഗ്നൻ്റ് ആകുന്നു. ചില ആണുങ്ങൾക്ക് കൗണ്ട് അതിലും കുറവാകും. വെളിയിൽ വരുന്ന ശുക്ലത്തിൽ ഒരുപക്ഷെ ബീജം ഉണ്ടാകും, പക്ഷേ 1 മില്യൺ, നല്ല ബീജം 1 മില്യൺ അല്ലെങ്കിൽ അതിൽ താഴെ 10,000, അല്ലെ ചിലവർക്ക് 1, 2, 3 എന്നുള്ള രീതിയിൽ ഡിജിറ്റ്സിൽ ജീവനുള്ള ബീജമുണ്ട്.
പക്ഷെ അവർ പ്രഗ്നൻ്റ് ആകില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, യോനിയിലേക്ക് വീഴുന്നത് 10 മില്യൺ അല്ലെ, IUI ചെയ്യുമ്പോൾ ഒരു 3 തൊട്ട് 5 മില്യൺ അത്രയെങ്കിലും ഉണ്ടെങ്കിലേ വിശേഷമാകുള്ളൂ. പക്ഷെ ഒരു കുഞ്ഞാകാനായിട്ട് എഗ്ഗുമായിട്ട് ഒരു സ്പേം ചേർന്നാൽ മതി. ആ സ്പേം അവർക്കുണ്ട്, പക്ഷേ ശരീരത്തിൽ ചെന്ന് എഗ്ഗുമായിട്ട് ചേർന്ന് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള നമ്പർ സ്പേം അവർക്കില്ല. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന രീതികളിൽ IVF ആണ് വരുന്നത് ചികിത്സാ രീതിയായിട്ട്. അപ്പം തീരെ സ്പേം നമ്പർ കുറവുള്ള പുരുഷന്മാർ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസോസ്പേമിയ, അവരിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് സ്പേം എടുക്കുകയാണ് തടസ്സങ്ങൾ കാരണം എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സ്പേം നമ്പേഴ്സിലാണ് കിട്ടുക. 1, 2, 3, 10 സ്പേം. ഇതും ശരീരത്തിലേക്ക് വെച്ചാൽ വിശേഷമാകില്ല. എഗ്ഗുമായിട്ട് ചേർത്ത് കൊടുത്താലേ വിശേഷമാകുള്ളൂ. എഗ്ഗും സ്പേമും ശരീരത്തിന് പുറത്ത് ചേർത്ത് കുഞ്ഞിൻ്റെ എംബ്രിയോ ആയി മാറി ആ എംബ്രിയോയെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് വിശേഷമാകാൻ നോക്കുന്ന ചികിത്സാ രീതിയാണ് IVF. അപ്പം പുരുഷ സഹജമായ കാരണം അതിന് ഗണ്യമായ സ്പേമിൻ്റെ കൗണ്ട് കുറവ്, ചലനശേഷി കുറവ്. സ്ത്രീകളിലാകട്ടെ ചിലവർക്ക്, ഞാൻ പറഞ്ഞില്ലേ PCODയുടെ സിവിയറിറ്റിയെക്കുറിച്ച്, ചിലവർക്ക് സാധാരണ ലെവലിൽ മരുന്നുകൾ ചെയ്താൽ അണ്ടോൽപാദനം നടക്കില്ല. അവരിൽ പക്ഷേ ഹൈ ലെവലിൽ മരുന്നുകൾ ചെയ്താൽ അണ്ടങ്ങൾ വലുതാകും. അവരുടെ ശരീരത്തിൽ ഒരുപാട് എഗ്ഗുകളുണ്ട്, ആ മാസം വിരിയാൻ പ്രാപ്തിയുള്ളത്, അതെല്ലാം വലുതാകും. അതെല്ലാം ശരീരത്തിൽ ഒരു 10-30 എഗ്ഗ് ശരീരത്തിൽ ഓവുലേറ്റ് ചെയ്യാൻ അനുവദിച്ച സ്ത്രീയുടെ ജീവന് അപായമാണ്. പക്ഷേ സാധാരണ രീതിയിലൊന്നും വിരിയാത്തത് IVFൻ്റെ ലെവലിലെ മരുന്നുകൾ കൊടുത്താൽ ആ എഗ്ഗുകളെല്ലാം വലുതാകും. ആ എഗ്ഗുകളെ വിരിയുന്നതിന് പകരം നമുക്ക് പുറത്തേക്ക് ശേഖരിക്കാം. സ്പേമുമായിട്ട് ചേർത്ത കുഞ്ഞുങ്ങളുടെ സെല്ലുകളായി വിശേഷമാകാനുള്ള സാധ്യത വന്നു. മൂന്നാമത്തത്, ശരീരത്തിനകത്ത് എഗ്ഗും സ്പേമും ചേരാനായിട്ടുള്ള തടസ്സം. ട്യൂബുകളുടെ, സ്ത്രീകളുടെ ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ ഡാമേജ്, ബ്ലോക്ക് നീക്കിയിരിക്കുകയാണ്. അല്ലെ ഗർഭാശയത്തിലെ ചില പ്രോബ്ലംസ് കാരണം ഗർഭാശയത്തിനകത്തൂടെ സ്പേം കയറി ചെന്ന് എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് തടസ്സം. അങ്ങനെയുള്ളവർക്കും എഗ്ഗും സ്പേമും ശരീരത്തിന് പുറത്ത് ചേർത്ത് കൊടുത്താലല്ലേ പ്രഗ്നൻ്റ് ആകുള്ളൂ. അപ്പോൾ ഇത് മൂന്നുമാണ് സാധാരണ IVFൻ്റെ റീസൺസ്. നാലാമത്തത് വളരെ പ്രധാനമായ ഒന്ന്, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, സ്പേമിൻ്റെ കൗണ്ടിന് കാഴ്ചയിൽ കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ അസുഖങ്ങളില്ല, ബന്ധപ്പെടുന്നതിന് പ്രയാസമില്ല, തടസ്സങ്ങളില്ല, എന്നിട്ടും വിശേഷമാകുന്നില്ല. അപ്പോൾ എന്താ സാധാരണ എൻ്റെ അടുത്ത് 10-15 വർഷം കഴിഞ്ഞ ആൾക്കാർ വരാറുണ്ട്. ഞങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോളും എന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പ്രോബ്ലം ഇല്ലായിരുന്നേ അവർ വിശേഷം ആകില്ലായിരുന്നോ? വിശേഷം ആകാത്തത് ശരീരത്തിനകത്ത് എഗ്ഗും സ്പേമും ചേർന്ന് കുഞ്ഞിൻ്റെ സെല്ലായി മാറി ഗർഭാശയത്തിൽ പിടിക്കുന്നതിന് നമുക്ക് ടെസ്റ്റുകളിൽ തെളിയാത്ത തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്കത് ബൈപ്പാസ് ചെയ്ത് കൊടുത്താൽ പോരെ? എഗ്ഗും സ്പേമും ശരീരത്തിന് പുറത്തെടുത്ത് ചേർന്ന് അനുവദിച്ച് കുഞ്ഞിൻ്റെ സെല്ലായി മാറിയ ഗർഭാശയത്തിൽ പിടിച്ചാൽ പോരെ? പിടിക്കുന്നതിന് തടസ്സം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അത് പരിഹരിച്ചാൽ അവർ വിശേഷമാകും. അപ്പോൾ ഇത് നാലുമാണ് IVFൻ്റെ ഇൻഡിക്കേഷൻസ്. കുഞ്ഞുങ്ങളാകാൻ ആഗ്രഹിക്കുന്ന, വന്ധ്യത അനുഭവിക്കുന്നവരിൽ 10ൽ ഒരാൾക്കേ ഈ പ്രോബ്ലംസ് വരുന്നുള്ളൂ. അവർക്ക് ശരിയായ ചികിത്സ, അതിൽ കൂടെ മാത്രമേ പലപ്പോഴും പ്രഗ്നൻ്റ് ആകാൻ പറ്റുള്ളൂ. അവർ അധികം വൈകാതെ ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ വേഗം പ്രഗ്നൻ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ ഈ തരത്തിൽ IVF നമ്മൾ പറയുമ്പോഴേ ട്വിൻ പ്രഗ്നൻസിയുടെ സാധ്യതകളില്ലേ? IVFൽ ട്വിൻ പ്രഗ്നൻസി ആകുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് വെക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ നിയമം അനുസരിച്ച് 3 എംബ്രിയോയിൽ കൂടുതൽ വെക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ഒരു എംബ്രിയോ വെച്ച് ഒരു പ്രഗ്നൻസി ആകുന്നതിനെയാണ് ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കുന്നത്. കാരണം ഒരു ഗർഭം ചുമക്കുന്നതാണ് ഏറ്റവും റിസ്ക് കുറവ്, മാസം തികഞ്ഞ് ആരോഗ്യമായിട്ടുള്ള കുഞ്ഞാകാനായിട്ടുള്ള ഏറ്റവും നല്ല സാധ്യത. പക്ഷേ ഒന്ന് വെക്കുന്നതിലും വിശേഷമാകാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുന്നത് ഒന്നിൽ കൂടുതൽ വെക്കുമ്പോഴാണ്. പക്ഷേ 3ലും 4ലും കൂടുതൽ വെക്കുന്നത് ഡേഞ്ചറാണ്. അപ്പോൾ രണ്ടും ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അത് പ്രഗ്നൻസി വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യത ഉണ്ടോ? അതിൽ തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ദമ്പതികൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം അവർക്ക് മുന്നേ ഒരു ട്വിൻ പ്രഗ്നൻസി ഉണ്ടായി, അലസിപ്പോയി, ഗർഭാശയത്തിന് വീക്ക്നെസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി തന്നെ മാസം തികയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരിൽ ഇരട്ടകളായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 90% മാസം തികയുന്നതിന് മുന്നേ അലസിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ട്വിൻസിൻ്റെ റിസ്ക് എടുക്കാനാകാത്തവർക്ക്
ട്വിൻസിൽ നിന്ന് ഒന്നിലേക്ക് കുറയ്ക്കാനായിട്ടുള്ള വിദ്യയും ഉണ്ട്. ആളുകൾക്ക് IVF എന്ന് പറയുമ്പോഴുള്ള ഒരു പേടി എന്ന് പറയുന്നത് ഇത് സ്വന്തം ബ്ലഡിലുള്ളതാണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് എൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെ വന്നതാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നിയമം ഉണ്ടെങ്കിൽ അതിന് വ്യവസ്ഥകളും ഉണ്ട്. അതിന് ശരിയല്ലാത്ത ചികിത്സ കൊടുത്താൽ അതിന് ശിക്ഷകളുമുണ്ട്. പല സ്ഥലത്തും IVF സെന്ററുകൾ കൂടി വരുന്നുണ്ട് അല്ലേ? അതെ, ഒരുപാട് കൂണ് പോലെ IVF സെന്റേഴ്സ് ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല 2021 മുമ്പ്. അത് കാരണം ഇന്ത്യ ഒരു ടൂറിസം ഹബ്ബായിരുന്നു IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് പ്രായം ഉണ്ടെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാമായിരുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് പേരുടെ ലൈഫിന് റിസ്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവർ സ്വീകരിക്കാത്ത പോലത്തെയുള്ള അവസ്ഥകൾ, അങ്ങനെയെല്ലാം പലതും ശരിയായ രീതിയിലല്ലാതെ വന്നിട്ടുണ്ട്. അത് കാരണം നിയമ നടപടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും അവനവൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ചികിത്സയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ എഗ്ഗും അവരുടെ സ്പേമും വെച്ച് ഉള്ള ചികിത്സ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുക. വേറെ ഒന്നിലേക്ക് ഓഫറിങ് ഇല്ല. ഇനി അവർക്കൊരാൾക്ക് സ്പേം ഇല്ല, അവർക്കൊരാൾക്ക് എഗ്ഗ് ഇല്ല എന്നുണ്ടെങ്കിലും ഒരു IVF സെൻറ്ററിനോ ഡോക്ടറിനോ അവരുടെ എഗ്ഗോ സ്പേമോ മാറ്റി വേറൊന്ന് വെച്ച് ചെയ്യാൻ പറ്റില്ല, ശിക്ഷാർഹമാണ്. അവരാഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ പ്രോബ്ലം എന്തെന്ന് മനസ്സിലാക്കി അവരാഗ്രഹിക്കുന്നെങ്കിൽ വേറെ സ്പേമും വേറെ എഗ്ഗും എടുത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇന്ത്യയിൽ നിയമപരമായി സ്വീകരിക്കാം. അവർ എഴുതി സമ്മതം തന്ന് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ചികിത്സ കൊടുക്കുന്നത്. കുഞ്ഞിൻ്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക് ഒറിജിൻ എന്തെന്ന് കണ്ടുപിടിക്കാവുന്ന ഈ ടൈമിൽ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞൂടെ? നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ക്യാൻസർ ഒരു പ്രധാന ഡിസീസായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കൊക്കെ ക്യാൻസർ ഉണ്ട്. അപ്പോൾ ക്യാൻസർ വന്ന ഒരാൾക്ക് പ്രത്യുൽപാദന ശേഷി നിലനിർത്താൻ എന്ത് ചെയ്യും? ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരുപാട് വേരിയേഷൻസൊക്കെ കാരണം അതും ആധുനികമായ ഡിറ്റക്ഷൻ സൗകര്യങ്ങളുള്ളത് കൊണ്ടും ക്യാൻസർ പലപ്പോഴും യങ് ഏജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. സക്സസ്ഫുള്ളായിട്ട് ചികിത്സിച്ച് മാറ്റാറുമുണ്ട്. പക്ഷേ ക്യാൻസറിൻ്റെ ചികിത്സകൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പലപ്പോഴും ചെയ്തു കഴിയുമ്പം അത് പ്രത്യുത്പാദന ശേഷിയെ സോഫി പറഞ്ഞതുപോലെ ഒരുപാട് ബാധിക്കാറുമുണ്ട്. അപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെ ചിലപ്പം താലസീമിയ, ബ്ലീഡിങ് കംപ്ലയിൻ്റ് ഒക്കെയുള്ള പോലത്തെ അസുഖങ്ങൾ കാരണം ചിലവർക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചികിത്സകൾ വേണ്ടി വരാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരുമ്പോൾ ശരീരം മുഴുവൻ റേഡിയേഷനൊക്കെ എടുക്കും. അങ്ങനെയുള്ള സമയത്ത് ഓവറിയിലും ടെസ്റ്റിസിലും ഉള്ള സ്പേംസും എഗ്സും എല്ലാം പലപ്പോഴും നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ അവരുടെ എഗ്ഗോ സ്പേമോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ എഗ്ഗ് IVF ചെയ്ത് നമ്മൾ പുറത്തെടുക്കും. കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയാണെങ്കിൽ എഗ്ഗായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കും. കല്യാണം കഴിച്ചവരാണെങ്കിൽ പാർട്ട്ണറുടെ സ്പേമുമായിട്ട് ചേർത്ത് എംബ്രിയോ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കും. ആൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തി കഴിഞ്ഞ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ സ്പേം തന്നു കഴിഞ്ഞാൽ സ്പേം നമുക്കെടുത്ത് സൂക്ഷിച്ചു വെക്കാം. 15 വർഷം വരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ അവർ ക്യാൻസറെല്ലാം ക്യൂറായി കല്യാണം എല്ലാം കഴിച്ച് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ ശരീരത്തിൽ സ്പേം ഇല്ല, എഗ്ഗില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും സ്പേമും എടുത്ത് അവരുടെ പാർട്ട്ണറുടെ എഗ്ഗും സ്പേമുമായിട്ട് ചേർത്ത് സ്വന്തം കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ചാൻസ് നിലനിർത്തും. ഇത് റിപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെയും IVFൻ്റെയും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയും. ഇപ്പോൾ IVFിലൂടെ IUIയിലൂടെ ഒക്കെ ബാഹ്യമായി എങ്ങനെയൊക്കെ നമുക്ക് സാധ്യമാകുമെന്ന് പറഞ്ഞു. ഈ എല്ലാ സാധ്യതകളും നിൽക്കുമ്പോഴും യൂട്രസ് പ്രധാന ഘടകമാണ് അല്ലേ? സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസ് ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് ഗർഭധാരണം ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവാം. യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടാവാം, ഫൈബ്രോയിഡ് ഉണ്ടാവും. അത്തരം കേസുകളിൽ എന്ത് ചെയ്യും? അവർക്കും മാർഗങ്ങളുണ്ട്. ചിലവർക്ക് നിർഭാഗ്യവശാൽ 10-30 വയസ്സുള്ളപ്പോൾ തന്നെ ഗർഭാശയത്തിൽ അമിതമായ ബ്ലീഡിങ് കംപ്ലയിൻറ്റ് കാരണമോ ക്യാൻസറിൻ്റെ ആരംഭം കാരണമോ ഒക്കെ അവരുടെ യൂട്രസ് നീക്കിയിട്ടുണ്ടാകാം. ചിലവർക്കാണെങ്കിൽ വിശേഷമാകും, പക്ഷെ ഒരു തരത്തിൽ മാസം തികയില്ല. യൂട്രസ് സ്ട്രോങ് അല്ല, അലസിപ്പോയിക്കൊണ്ടേയിരിക്കും. ചിലവരിലാണെങ്കിൽ ഒരു തരത്തിൽ പ്രഗ്നൻസി പിടിക്കില്ല. IVF ചെയ്ത് എംബ്രിയോ വെച്ചിട്ടാണെങ്കിൽ പോലും 8-10 തവണ നോക്കിയാലും പ്രഗ്നൻസി പിടിക്കാത്തവർ. മറ്റു ചിലവർക്ക് കഠിനമായ മാനസിക
അസ്വസ്ഥതകൾ കാരണം, അല്ലെ ഹാർട്ടിൻ്റെ അസുഖം, അവർക്ക് സ്വന്തം ശരീരത്തിൽ ഗർഭം ധരിച്ച് 9 മാസം ചുമക്കാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാകില്ല. എന്നാൽ അവർക്ക് സ്വന്തം എഗ്സ് ഉണ്ടാകും, അല്ലേ അവർക്ക് ആവശ്യമുള്ള ആ ചികിത്സകളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ അണ്ഡാശയം നീക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ എഗ്ഗുകൾ എടുത്ത് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയും, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ സ്വന്തം എഗ്ഗുകളുണ്ട്, പക്ഷേ ഗർഭാശയത്തിൽ കുഞ്ഞിനെ ചുമക്കാനാകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേറെ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിനകത്തേക്ക് സ്വന്തം ഭർത്താവുമായിട്ട് അവരുടെ എഗ്ഗ് ചേർത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവനവൻ്റെ എഗ്ഗും ഭർത്താവിൻ്റെ ബീജവും ചേർത്തുണ്ടാകുന്ന എംബ്രിയോ അല്ലെ ഭ്രൂണത്തിനെ ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് സർഗറ്റ് മദർ എന്നാണ് പറയുക. ആ സർഗറ്റ് മദർ ഇവർക്ക് വേണ്ടി 9 മാസം ആ പ്രഗ്നൻസി ചുമന്ന് ഇവർക്ക് വേണ്ടി പ്രസവിച്ച് കുഞ്ഞിനെ കൊടുക്കും. ഈ ചികിത്സാ രീതിയെ സർഗസി എന്നാണ് പറയുന്നത്. 35 വയസ്സിന് താഴെയുള്ള ആരോഗ്യവതിയായ വിവാഹിതയായ സ്ത്രീ ആയിരിക്കണം. സ്വന്തമായി ഒരു കുഞ്ഞെങ്കിലും ഉണ്ടാകണം. ഇതാണ് നിയമം പറയുന്നത്. ലോക്കൽ ഹെൽത്ത് ബോർഡിൽ നിന്ന് ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഈ ദമ്പതികൾക്ക് ഇന്ന കാരണം അവരിലെ സ്ത്രീക്ക് ഗർഭാശയത്തിനകത്ത് ആരോഗ്യത്തോടെ ഒരു ഗർഭം ചുമക്കാനാകില്ല, വേറെ കുട്ടികളില്ല, അത് കാരണം സർഗസി സ്വീകരിക്കാം എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സർവീസ് തേടാവുന്നതാണ്. സർഗസിയെ കുറിച്ച് പറയുമ്പം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? അതിന് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് അപകടവശങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിയമം വരുന്നതിന് മുന്നേ. മറ്റൊരാൾക്ക് ഒരു ആതുര സേവനമാണെന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ തവണ അവനവൻ്റെ ലൈഫിൽ സർഗറ്റ് ആകാനായിട്ട് ഇന്ത്യൻ നിയമം ഇപ്പോൾ അനുവദിക്കുന്നില്ല. മുന്നേ സ്ത്രീകൾ പലതവണ ഗർഭം ധരിക്കുകയും പ്രസവിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആരോഗ്യം ഒരുപാട് പോകും. ഇതൊരു അപകടവശമാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ടവും ബീജവും എടുത്ത് IVFലൂടെ ഉണ്ടായിരിക്കുന്ന അവരുടെ കുഞ്ഞിൻ്റെ സെല്ലിനെയാണ് സർഗറ്റ് സ്വീകരിച്ച് ഗർഭം ധരിച്ച് കൊടുക്കുന്നത്. ജനറ്റിക്കായിട്ട് സർഗറ്റ് മദറിന് ആ കുഞ്ഞുമായിട്ട് ലിങ്ക് ഇല്ല, അത് കാരണം ഒരു അറ്റാച്ച്മെന്റ് വരില്ല എന്നുള്ളത് കാണുന്നത് കൊണ്ട് കുഞ്ഞിനെ കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഇന്ത്യയിൽ ആ നിയമം വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിയമം ജസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ടുള്ള പല എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്. വളരെ ഫേമസ് ആയിട്ടുള്ളത് നയനതാരയുടെയും വിഘ്നേഷിൻ്റെയും കുഞ്ഞിനെ സർഗറ്റാണ് അവർക്ക് വേണ്ടി പ്രസവിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിയമം വന്നിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞതുപോലെയുള്ള എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് സർഗസി സ്വീകരിക്കാനായിട്ടാകുക. ഇപ്പോൾ നോർമലി ഒരു സംശയം വരാവുന്നത്, ഇപ്പം ഐഡിയലായിട്ടുള്ള കപ്പിളിൻ്റെ തന്നെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ജനറ്റിക്കലി വേറെ കോൺഫ്ലിക്റ്റ് വരില്ലല്ലോ? സർഗസിയിലൂടെ ജനിക്കുന്ന ഒരു ദമ്പതികളുടെ കുഞ്ഞിന് സർഗറ്റിൽ നിന്ന് ജനിതകമായിട്ടുള്ള ഒരു അസുഖവും കിട്ടില്ല. അവർ ഗർഭം ക്യാരി ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിന് കിട്ടാവുന്ന റിസ്ക് ഉള്ളത് ഇൻഫെക്ഷൻസ് ആണ്, ബ്ലഡ് ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. അങ്ങനെ ഇൻഫെക്ഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു സ്ത്രീയെ സർഗസി സ്ക്രീനിങ്ങിൽ അവർ സർഗറ്റ് ആകാനായിട്ട് എലിജിബിൾ ആകില്ല. ഒരു പക്ഷേ HIV അല്ലെ ഹെപ്പറ്റൈറ്റിസ് B അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ ഏത് പ്രഗ്നൻസി ക്യാരി ചെയ്താലും ആ കുഞ്ഞിന് ബ്ലഡിൽ നിന്ന്, അത് ജനറ്റിക് അല്ല, ബ്ലഡിൽ നിന്ന് ആ അസുഖം കുഞ്ഞിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങളുള്ള സ്ത്രീകളെ അത് ടെസ്റ്റ് ചെയ്യണം എന്നാണ്. അങ്ങനെയുള്ളവർക്ക് സർഗറ്റ് ആകാനാകില്ല. ആരോഗ്യവതിയായ ഒരു സർഗറ്റിന് ജനറ്റിക് ആയിട്ടുള്ള അവരുടെ ഫാമിലിയിലുള്ള ഒരു ഡിസീസും ഈ കുഞ്ഞിലേക്ക് കൈമാറാനായിട്ടാകില്ല. പക്ഷെ ദമ്പതികളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് ആ കുഞ്ഞിന് വരാം. പിന്നെ വന്ധ്യത ഉണ്ടാകുന്ന ആ കപ്പിളിന് വന്ധ്യതയ്ക്ക് കാരണമാകുന്നതിൽ ചിലത് ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണെങ്കിൽ അവർക്ക് റിസ്ക് കൂടും. അവരിൽ ആ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട്. അല്ലാതെ IVF ട്രീറ്റ്മെൻറ്റ് പേഴ്സെ അതുകൊണ്ട് ഒരു ജനറ്റിക് പ്രോബ്ലമോ അബ്നോമാലിറ്റിയോ വരുന്ന റിസ്ക് കൂടുന്നില്ല. എനിവേ താങ്ക് യു ഡോക്ടർ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, സർഗസിയിൽ വരെ എത്തി നിന്നു. ഇപ്പോൾ ആധുനിക ചികിത്സയിൽ ഇപ്പോൾ വന്ധ്യത ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ വന്ധ്യതയെ മറികടക്കാനുള്ള ചികിത്സകൾ എന്തെങ്കിലും, സർഗേറ്റ് മദർ എന്താണ് എന്നെല്ലാം പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.